ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രേഡിംഗ് ലേണിംഗ് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വാട്ട് ഈസ് ട്രേഡിംഗ് തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 5 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 6ാമത്തെ സീരീസാണ്. സോ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കമൻറ്റ് ബോക്സിൽ നിന്നും ഒക്കെ. പിന്നെ as well as നമ്മുടെ ഈ ഒരു സീരീസ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ക്ലബ് 1% എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അതായത് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി 4 ഗ്രൂപ്പുകളായിട്ട് 4000-ലധികം ആൾക്കാർ നമ്മുടെ ഓവറോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. സോ എങ്ങനെയാണോ നമ്മുടെ എലൈറ്റ് ക്ലബിനെ നമ്മൾ പഠിപ്പിക്കുന്നത് അത്ര എഫേർട്ട് ഇട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് മെന്റർഷിപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പം 6ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിൽ നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോയേക്കാം. സോ നമ്മളിവിടെ ട്രേഡിംഗ് സീരീസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നമ്മൾ ഈ പറയുന്ന പോലെ വാട്ട് ഈസ് ട്രേഡിംഗ് പഠിച്ചു, മാർക്കറ്റുകളെ പറ്റി പഠിച്ചു, ഫോറക്സിനെ പറ്റി പഠിച്ചു. as well as ഫോറക്സിൽ തന്നെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അനാലിസിസുകളെ കുറിച്ച് പഠിച്ചു, ഫണ്ടമെന്റൽ പഠിച്ചു, ടെക്നിക്കൽ പഠിച്ചു. ലാസ്റ്റ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകൾ, ഇവരെന്താണ് ട്രേഡിംഗ് മാർക്കറ്റിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി. അവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, പറഞ്ഞ റീറ്റെയിൽ മെത്തേഡ്സ് ഒന്നും വെച്ച് ട്രേഡിങ്ങിൽ വലിയ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന ഈസി മെത്തേഡ് വെച്ചിട്ട് എന്തായാലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഈ ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സിനെ പറ്റി പഠിപ്പിച്ച സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഗോ ബേസ്ഡ് ആണ്, അൽഗോരിതം ബേസ്ഡ് ആണ് ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. അപ്പം ഈ പറയുന്ന അൽഗോരിതം 2 കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ടൈമും പ്രൈസും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2 കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്, ടൈമും പ്രൈസും. ടൈം ആൻഡ് പ്രൈസ് എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ബേസിസിലായിരിക്കും ഈ പറയുന്ന ആൽഗോസ് വർക്ക് ചെയ്യുന്നത്, ടൈമും പ്രൈസും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇൻപുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഹൈസ് ആൻഡ് ലോസും ഇൻഎഫിഷ്യൻസി. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചെന്താ, ഈ പറയുന്ന ടൈം ആൻഡ് പ്രൈസ് എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് മാർക്കറ്റിൽ സംഭവിക്കുന്ന എവിടൊക്കെയാണ് ലിക്വിഡിറ്റീസ് ഉള്ളതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഔട്ട്പുട്ട്, അതായത് ഇൻഎഫിഷ്യൻസിയും അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും നമ്മൾ പഠിച്ചത്. സോ ആ ഒരു വീഡിയോ നമ്മൾ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ബോർഡിൽ പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് കമന്റ് ബോക്സിൽ പറഞ്ഞു ചാർട്ടിനകത്ത് കാണിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത്. സോ ചാർട്ടിനകത്ത് എവിടൊക്കെയാണ് ലിക്വിഡിറ്റീസ് ഉള്ളതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റിൽ എവിടൊക്കെയാണ് ലിക്വിഡിറ്റീസ് ഉള്ളതെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ലിക്വിഡിറ്റി ആവാണ്ട് ലിക്വിഡിറ്റി അറിഞ്ഞ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഒരു ഹൈസ് ആൻഡ് ലോസ്, ഒരു ഹൈയുടെ മുകളിലും ഒരു ലോയുടെ താഴെയും ലിക്വിഡിറ്റീസ് ഉണ്ടായിരിക്കും. ആ സ്വീപ്പിന് ശേഷമായിരിക്കണം നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ആസ് വെൽ ആസ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിക്കകത്തും ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, അല്ലെങ്കിൽ കുറേ PDRAs പഠിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം AMD പോലത്തെ മെത്തേഡ്സ് പഠിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. സോ ഈ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്താ, പ്രൈസ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കും. സോ പ്രൈസ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനോടൊപ്പം തന്നെ ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ടൈം എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ ഒരു ബിഗിനറായിട്ട് വന്ന സമയത്ത് എന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോറക്സിലോട്ട് വന്നപ്പോൾ, എസ്പെഷ്യലി ഫോറക്സ് മാർക്കറ്റിലോട്ട് വന്നപ്പം 24 മണിക്കൂർ മാർക്കറ്റ് ഓപ്പൺ ആണ്. അതായത് 24 hours മാർക്കറ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ ഫുൾ ടൈം ഈ പറയുന്ന ചാർട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കും. ആവശ്യമില്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ചാടിക്കയറി എടുക്കും, SL അടിക്കും, ലോസ് വരും. അതായത് നമ്മൾ എത്രത്തോളം മാർക്കറ്റിൽ ഇരിക്കുന്നോ അത്രത്തോളം നമ്മൾ അനാവശ്യ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കും ആസ് എ ഹ്യൂമൻ ബീങ്. സോ ഞാൻ ഈ ഒരു ടൈം എന്ന് പറയുന്ന കാര്യത്തിന് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തുടക്കത്തിൽ തന്നെ ടൈം എന്നുള്ളത്, നിങ്ങൾ 24 മണിക്കൂറൊന്നും ട്രേഡിംഗ് വന്നിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഈവൻ അഡ്വാൻസ്ഡ് ആണെങ്കിലും നിങ്ങൾ വളരെ കുറച്ച് സമയം, ഏറ്റവും നല്ല സമയത്ത് മാത്രം മാർക്കറ്റിൽ വരിക. ഈ പറയുന്ന ഹൈ വോളിയം ഉള്ള ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി കൂടുതൽ നടക്കാൻ ചാൻസ് ഉള്ള ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രം മാർക്കറ്റിൽ വരിക. ആ സമയത്ത് ട്രേഡ് എടുക്കുക, നിങ്ങൾ പോവുക. നിങ്ങൾ എത്രത്തോളം മാർക്കറ്റിനെ സിമ്പിൾ ആക്കുന്നു, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്, എത്രത്തോളം മാർക്കറ്റിനെ സിമ്പിൾ ആക്കി വെക്കുന്നു, മാർക്കറ്റ് അത്രത്തോളം സിമ്പിളായിട്ട് നമുക്ക് പ്രോഫിറ്റ് തരും. അതായത് ഈ പറയുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ, അതിനൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. അത് എത്രത്തോളം ആക്യുറസിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖല നിങ്ങളെ റിവാർഡ് ചെയ്യും.
സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അതായത് മാർക്കറ്റിൽ ഒരുപാട് 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. നമുക്ക് പ്രധാനമായിട്ട് ഫോറക്സിൽ 3 സെഷൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഏതൊക്കെയാണ് 3 സെഷൻസ് എന്നുള്ളത്. അതായത് ഫോറക്സിൽ പ്രധാനമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഏഷ്യൻ, അതേപോലെ ലണ്ടൻ ആസ് വെൽ ആസ് ന്യൂയോർക്ക്. സോ പ്രധാനമായിട്ട് ഫോറക്സിൽ 3 സെഷൻസ് ആണ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളത്: ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്. ഈ 3 സെഷൻസിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണും. അതായത് ഏഷ്യൻ സെഷൻ ഒരു ക്യാരക്ടർ കാണും, ലണ്ടൻ സെഷൻ ഒരു ക്യാരക്ടർ കാണും, ന്യൂയോർക്ക് സെഷൻ ഒരു ക്യാരക്ടർ കാണും. സോ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അനാവശ്യ സെഷൻസ് ഒക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല പെർട്ടിക്കുലർ സെഷൻസിൽ മാത്രം ഏറ്റവും നല്ല സമയത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമത്തെ സെഷനാണ് ഏഷ്യൻ സെഷൻ അല്ലെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഏഷ്യൻ. സോ ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അക്യുമുലേഷൻ ആയിരിക്കും. ഏഷ്യൻ സെഷൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മാർക്കറ്റ് എപ്പോഴും അക്യുമുലേഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ. എന്താണ് അക്യുമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഒരു സൈഡ് വേസ് ട്രെൻഡ് പോകാനായിരിക്കും സാധ്യത കൂടുതൽ. മാർക്കറ്റിന് 3 ട്രെൻഡ് ആയിരിക്കും ഉള്ളത്. ഈ പറഞ്ഞ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആൻഡ് സൈഡ് വേസ് ട്രെൻഡ്. സോ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് അധികം ഒരു വോളിയം ഇല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ തന്നെ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ ഒരു ക്ലിയർ അപ് ട്രെൻഡും ഇല്ല, ഡൗൺ ട്രെൻഡും ഇല്ല, മാർക്കറ്റ് ഒരു ട്രെൻഡ് ഇല്ലാണ്ട് ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് പോകുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈഡ് വേസ് ട്രെൻഡ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ആണെന്ന് പറഞ്ഞത്. മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. സോ ട്രേഡ് ചെയ്യാൻ അധികം ഓപ്പർച്യൂണിറ്റീസ് തരാത്ത, അതായത് ഇപ്പോൾ 5 ദിവസം മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മാർക്കറ്റ് ഏഷ്യൻ സെഷന്റെ ക്യാരക്ടർ എപ്പോഴും ഒരു അക്യുമുലേഷൻ തന്നെ ആയിരിക്കും. കാരണം ഹൈ വോളിയം കാണത്തില്ല, ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. സോ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ റെക്കമെൻഡബിൾ അല്ലാത്തൊരു സെഷനാണ് ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ ആസ് എ ട്രേഡർ ഞാൻ ഏഷ്യൻ സെഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നോ ട്രേഡ് ആയിട്ടുള്ളൊരു സെഷനാണ്. കാരണം ഞാൻ ഒരിക്കലും ഏഷ്യൻ സെഷനിൽ വന്ന് ട്രേഡ് എടുക്കത്തില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാർക്കറ്റ് എപ്പോഴും അക്യുമുലേറ്റിംഗ് ആയിരിക്കും ഈ പറയുന്ന ഏഷ്യൻ സെഷനിൽ. സോ അങ്ങനെ ഒരു സെഷനിൽ നമ്മൾ വന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തില്ല. കിട്ടിയാൽ തരം നമുക്കത് ഈ പറയുന്ന ഹൈ മൊമെൻറ്റം ക്യാച്ചപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ഞാൻ ചെയ്യുന്നത് എന്താ? ഞാൻ എൻ്റെ ആ സമയം ഞാൻ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത് ഞാൻ നോ ട്രേഡ് ആക്കി വെക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഏഷ്യൻ സെഷൻ കഴിഞ്ഞ് രണ്ടാമത് വരുന്ന സെഷനാണ് ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത്. ലണ്ടൻ. സോ ഏഷ്യൻ സെഷൻ്റെ അക്യുമുലേഷൻ ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ചിലപ്പോൾ ഒരു മാനിപ്പുലേറ്റീവ് മൂവ്മെന്റ് വരുന്ന ഒരു സെഷൻ ആയിരിക്കും ലണ്ടൻ എന്ന് പറയുന്നത്. പൊതുവേ ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത് ഞാൻ ട്രേഡ് എടുക്കുന്ന മാർക്കറ്റിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത്. ലണ്ടൻ സെഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൊമെന്റും കാര്യങ്ങൾ കാണും. മോസ്റ്റ്ലി ഒരു മാനിപ്പുലേഷൻ ആയിരിക്കാം മേ ബി വരുന്നത്. ഏഷ്യൻ സെഷന് ശേഷം ഒരു ചെറിയ മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തരാൻ ചാൻസ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല വോളിയമുള്ള, അത്യാവശ്യം നല്ല മൊമെന്റം ഉള്ള, നമുക്ക് നല്ല നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു സെഷൻ തന്നെയാണ് ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ലണ്ടൻ സെഷനിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയർ അല്ലെങ്കിൽ GBP USD എന്ന് പറയുന്ന കറൻസി പെയർ ഒക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? GBP USD അല്ലെങ്കിൽ യൂറോ USD ഒക്കെ ആയിരിക്കും ഈ ഒരു ലണ്ടൻ സെഷനിൽ ട്രേഡ് ചെയ്യാൻ നല്ലത്. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സെഷനാണ് ന്യൂയോർക്ക് സെഷൻ എന്ന് പറയുന്നത്. ന്യൂയോർക്ക് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ന്യൂയോർക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ആണെന്ന്. കാരണം ഏറ്റവും ബെസ്റ്റ് ടൈം ടു ട്രേഡ് ആണ് ഈ പറയുന്ന ന്യൂയോർക്ക് എന്ന് പറയുന്നത്. കാരണം ന്യൂയോർക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ ന്യൂയോർക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ പറ്റി അനലൈസ് ചെയ്യാൻ ലണ്ടൻ സെഷന്റെ ക്യാരക്ടറും ഏഷ്യൻ സെഷന്റെ ക്യാരക്ടറും നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള ന്യൂസസ് ആണെങ്കിലും ഒക്കെ റിലീസ് ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂയോർക്ക് സെഷനിലായിരിക്കും. സോ ഈ ഒരു ന്യൂസസിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, മാർക്കറ്റിൽ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും ബെസ്റ്റ് സമയം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ന്യൂയോർക്ക് മാർക്കറ്റാണ്. നല്ല രീതിയിലുള്ള മൊമെൻറ്റം ഈ ഒരു സെഷനിൽ കാണും, നല്ല രീതിയിലുള്ള ഇപ്പം ന്യൂസസ് കാര്യങ്ങൾ കാണും. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി, ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാരിറ്റി നമുക്ക് ഈ ഒരു ന്യൂയോർക്ക് മാർക്കറ്റിൽ കിട്ടും. ഇപ്പം മിക്ക ട്രേഡേഴ്സ് നോക്കിയാലും ഈ പറയുന്ന പോലെ അവർ ചിലപ്പോൾ ന്യൂയോർക്ക് മാർക്കറ്റിൽ മാത്രം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന 3 സെഷൻസ് ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ലണ്ടനിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഇരിക്കാം. ഇപ്പം എൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആസ് എ ഫുൾ ടൈം ട്രേഡർ ഞാൻ ലണ്ടൻ സെഷൻ ഇരിക്കാറുണ്ട്, ന്യൂയോർക്ക് സെഷൻ ഇരിക്കാറുണ്ട്. അതായത് ഫുൾ സെഷനൊന്നും ഇരിക്കാറില്ല, പെർട്ടിക്കുലർ സമയമുണ്ട്. അതായത് ഈ പറയുന്ന ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് സമയമുണ്ട്. ആ സമയത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഈ പറഞ്ഞ 24 മണിക്കൂറൊന്നും ഇരിക്കേണ്ട, ഒരു സെഷൻ മൊത്തവും ഇരിക്കേണ്ട. എല്ലാ സെഷൻസിൻ്റെയും ഫസ്റ്റ് ഒരു 1 hour എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒരു മാനിപ്പുലേഷൻ ആയിരിക്കാം. അതിനുശേഷമുള്ള ഒരു 1 hour ഏറ്റവും നല്ല ടൈം ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ ഈ കിൽ സോൺ എന്ന് വിളിക്കുന്നത്. കിൽ സോൺ. സോ കിൽ സോൺ എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്.
സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് കിൽ സോൺ എന്നുള്ളത്. അതായത് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെഷൻസും പറഞ്ഞല്ലോ, അതിനകത്ത് തന്നെ ലണ്ടനും ന്യൂയോർക്കുമാണ് ഏറ്റവും ബെസ്റ്റ്. സോ അതിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ഞാനൊന്ന് ഫിൽട്ടർ ചെയ്ത് തരാം. ഒന്നാമത്തത് ലണ്ടൻ കിൽ സോൺ. ഒന്നാമത്തെ കിൽ സോൺ ആണ് ലണ്ടൻ കിൽ സോൺ. ലണ്ടൻ കിൽ സോൺ. സോ ലണ്ടൻ കിൽ സോൺ എന്ന് പറയുന്നത് ഈ ഒരു മാർച്ച് 2nd വീക്ക് തൊട്ട് ആ ഇന്ത്യൻ സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 മുതൽ, അതായത് ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെയുള്ള സമയം നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റിയൊരു സമയമാണ് ലണ്ടൻ കിൽ സോൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ ISTയിലാണ് ഈ പറഞ്ഞത്. IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ 12:30 മുതൽ 2:30 വരെയുള്ള സമയം നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കിൽ സോൺ ആണ് ന്യൂയോർക്ക് കിൽ സോൺ. ന്യൂയോർക്ക് കിൽ സോൺ. ന്യൂയോർക്ക് കിൽ സോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5:30 മുതൽ 8:30 വരെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് ഈ പറയുന്ന ന്യൂയോർക്ക് കിൽ സോൺ വരുന്നത്. അതായത് 5:30 PM തൊട്ട് 8:30 PM വരെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ല നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ലണ്ടൻ കിൽ സോണിലും അല്ലെങ്കിൽ ന്യൂയോർക്ക് കിൽ സോണിലുമാണ് ഞാൻ മോസ്റ്റ്ലി ട്രേഡ്സും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൂന്നാമതൊരു കിൽ സോൺ ഉണ്ട് ലണ്ടൻ ക്ലോസ് കിൽ സോൺ അല്ലെങ്കിൽ ന്യൂയോർക്ക് PM കിൽ സോൺ എന്ന് പറയുന്ന കിൽ സോൺ ഉണ്ട്. ഇത് വരുന്നത് രാത്രി ഇന്ത്യൻ സമയം 11:30 മുതൽ 1:30 വരെയാണ്. ഈ പറയുന്ന 11:30 മുതൽ 1:30 വെളുപ്പിനെ AM വരെയാണ് ന്യൂയോർക്ക് PM കിൽ സോൺ അല്ലെങ്കിൽ ലണ്ടൻ ക്ലോസ് കിൽ സോൺ വരുന്നത്. മോസ്റ്റ്ലി ഞാൻ ഈ ഒരു കിൽ സോണിൽ അങ്ങനെ ട്രേഡ് എടുക്കാറില്ല. എൻ്റെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ഇത് ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് രാത്രിയിലാണ് ഫ്രീ ടൈം കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിൽ സോണിലും ട്രേഡ് എടുക്കാം. അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ലണ്ടൻ ക്ലോസ് കിൽ സോൺ എന്ന് പറയുന്നത്. സോ കിൽ സോൺ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏഷ്യൻ സെഷൻ എന്താണ്, ലണ്ടൻ സെഷൻ എന്താണ്, ന്യൂയോർക്ക് സെഷൻ എന്താണ്, ഈ സെഷൻസിന്റെ ക്യാരക്ടർ മനസ്സിലാക്കി അതിനുശേഷം കിൽ സോൺ എന്താണ്, ഏറ്റവും നല്ല സമയം ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി എൻ്റെ അടുത്ത് ദ ബെസ്റ്റ് ടൈം, ഇപ്പോൾ നിങ്ങൾ പറയണം ബ്രോ എനിക്ക് ഈ പറയുന്ന പോലെ ക്ലാസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ എനിക്കൊരു ഒറ്റ ടൈം 24 മണിക്കൂറിൽ ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഗോൾഡൻ ടൈം സോൺ ഉണ്ട്. അതായത് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം സോൺ ഉണ്ട്. ആ ടൈം സോൺ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഗോൾഡൻ ടൈം ടു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ഗോൾഡൻ ടൈം ടു ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വൈകിട്ട് 6:30 മുതൽ 8:30 വരെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഒരു 9:30 വരെ നോക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്ത് പറയാനാണെങ്കിൽ 6:30 മുതൽ 8:30 വരെ PM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും 2 വലിയ ജൈജാന്റിക് മാർക്കറ്റാണ് ഈ പറയുന്ന ലണ്ടൻ സെഷനും അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂയോർക്ക് സെഷനും. ഈ 2 സെഷൻസും ലണ്ടൻ അവസാനിക്കുകയും ന്യൂയോർക്ക് തുടങ്ങുന്ന ഈ രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടും കൂടെ മേർജ് ചെയ്യുന്ന ഒരു ടൈം സോൺ ആണ് ഈ പറയുന്ന 6:30 മുതൽ 8:30 എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് ലണ്ടൻ സെഷനും ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷൻ തുടങ്ങുന്ന സമയമാണ്. സോ ഈ 2 സെഷൻസ് ഒരുമിച്ച് വരുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റ് വളരെയധികം മാർക്കറ്റ് മൊമെന്റം തരാൻ ചാൻസ് ഉള്ളൊരു ടൈമാണ്. സോ ഈ ടൈമിൽ മാത്രം ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ 24 മണിക്കൂർ നിങ്ങൾ ദയവ് ചെയ്ത് ചാർട്ടിന്റെ ഫ്രണ്ട് ഇരിക്കരുത്. കാരണം അത്രത്തോളം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണുകയും ആവശ്യമില്ലാത്ത ഒരുപാട് ട്രേഡ്സ് എടുക്കുകയും നിങ്ങളുടെ സൈക്കോളജി അവിടെ വർക്ക് ആവത്തില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഓവർ ട്രേഡ് ചെയ്യും, റിവെഞ്ച് ട്രേഡ് ചെയ്യും, നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഗോൾഡൻ ടൈമിൽ വരിക, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇല്ലെങ്കിൽ ലണ്ടൻ കിൽ സോൺ വരാം, ന്യൂയോർക്ക് കിൽ സോൺ വരാം. ഇതല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്ത് പറയണമെങ്കിൽ ഈ ഒരു ഗോൾഡൻ ടൈമിൽ മാത്രം വരിക. മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ആ ടൈം മാത്രം നിങ്ങൾ ഹണ്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോഫിറ്റോ ലോസ് എന്താണോ, കാരണം ഈ ഒരു ടൈം മാത്രമേ നിങ്ങൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി ബെറ്റർ ആവും. ഈവൻ ദോ ഒരു ലോസ് വന്നെങ്കിൽ പോലും ഓക്കെ, ആ ഒരു വിൻഡോയിൽ നിങ്ങൾ ഇരിക്കുന്നു, പണിയെടുക്കുന്നു, പോകുന്നു, പിറ്റേ ദിവസം വീണ്ടും വരുന്നു. നിങ്ങളുടെ സൈക്കോളജി ഇമോഷനൊക്കെ ഇമ്പ്രൂവ് ആവും. ആസ് വെൽ ആസ് നിങ്ങളുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് കൂടാനും ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നതെങ്കിൽ. സോ നമ്മൾ കഴിഞ്ഞ ട്രേഡിംഗ് ലേണിംഗ് സീരീസിൽ പഠിച്ച കോൺസെപ്റ്റുകളോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ച ടൈം എന്നുള്ളത്. സോ നിങ്ങളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ആ ഒരു സക്സസ് എന്നുള്ളത് നിങ്ങൾ ഹസിൽ ചെയ്ത് തന്നെ കൊണ്ടുവരിക.
അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡിംഗ് ലേണിംഗ് സീരീസ് 6ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സും കൂടെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഉദ്ദേശം. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് വ്യൂസിനോ അല്ലെങ്കിൽ ഒന്നിനോ അല്ല. അങ്ങനെ ഇടുന്ന കണ്ടന്റ്സ് സെപ്പറേറ്റ് ആണ്. ഈ പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ പഠിപ്പിക്കുന്ന വീഡിയോസ് എഡിറ്റിങ്ങോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ വരുന്നു, പഠിപ്പിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഒരു ലേണിംഗ് എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുക, അത് മനസ്സിലാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. എനിക്കറിയാവുന്നത് നമ്മുടെ യൂട്യൂബ് ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലബ് 1%ന് വേണ്ടി ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഈ ഒരു പാറ്റേണിലുള്ള വീഡിയോസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈം സോൺ അല്ലെങ്കിൽ കിൽ സോൺ എന്നുള്ള ഹെൽപ്പ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ട്രേഡിംഗ് ലേണിംഗ് സീരീസിൽ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നന്ദു, സൈനിങ് ഔട്ട്.